പാകിസ്ഥാനെ ഞെട്ടിച്ച ഓപ്പറേഷൻ സിന്ദൂറിനായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഫേൽ യുദ്ധവിമാനവും സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളുമാണ്. ഈ ആയുധങ്ങളുടെ പ്രഹരശേഷിയെക്കുറിച്ച് അറിയാം. മഹേഷ് പോലൂർ കൂടി ചേരുന്നുണ്ട്. മഹേഷ്, സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ യുദ്ധം ചർച്ച ചെയ്യുമ്പോൾ ഈ റഫാൽ വിമാനത്തിന്റെ പ്രാധാന്യം അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായി ഈ 9 ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം നിർണായക പങ്കാണ് റഫാൽ വിമാനം ഇതിൽ വഹിച്ചിട്ടുള്ളത്? ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇത്ര കൃത്യതയോടുകൂടി ഈ ഒരു ഓപ്പറേഷൻ ഭീകര കേന്ദ്രങ്ങളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അതേ സ്പോട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായി ഒരു മറുപടി നൽകിയത്. അപ്പോൾ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം, ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലെ വജ്രായുധങ്ങൾ ഏതൊക്കെയാണെന്നാണ് ലോകം മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യം അതിലെടുത്തു പറയേണ്ട പേര് റഫേൽ യുദ്ധവിമാനം തന്നെയാണ്. നമുക്ക് ആ മൂലയ്ക്ക് നിന്ന് റഫേൽ യുദ്ധവിമാനം പറന്നിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ റഫേൽ യുദ്ധവിമാനം നോക്കൂ, ഈ കാണുന്ന റഫേൽ യുദ്ധവിമാനം 2016 യഥാർത്ഥത്തിൽ ഇന്ത്യയും ഫ്രാൻസും ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത്. ദസോ എന്ന് പറയുന്ന ആയുധ നിർമ്മാണ കമ്പനി, ആ കമ്പനി ഇന്ത്യക്ക് 36 വിമാനങ്ങളാണ് ആദ്യം നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതയിലേക്ക് നമുക്കൊന്ന് പോകണം. വളരെ കൃത്യതയോട് കൂടി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൃത്യമായി ഇന്ത്യൻ സേനയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന 13 അത്യാധുനിക ഉപകരണങ്ങൾ കൃത്യതയ്ക്ക് വേണ്ടി നടപ്പാക്കുന്ന, കൃത്യതയ്ക്ക് വേണ്ടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു യുദ്ധ വിമാനമാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് രാത്രിയോ പകലോ എന്നില്ലാതെ ഈ ആക്രമണത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഏത് സമയത്തും ആക്രമണത്തിന് ഉപയോഗിക്കാം. റഡാറുകളിൽ പതിയില്ല എന്നുള്ളൊരു പ്രത്യേകത. ഇതിന്റെ വേഗം, അതിന്റെ എന്താ പറയാ, കൂടുതൽ സമയം, കൂടുതൽ ദൂരം പറക്കാനുള്ള കഴിവ്, 3700 കിലോമീറ്റർ ദൂരം ഒറ്റ പറക്കലിൽ റഫേലിന് കൈവരിക്കാനാകും എന്നുള്ളതാണ്. 1912 കിലോമീറ്ററിലധികം വേഗം, അതായത് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് റഫേൽ പറന്നകന്നിട്ടുണ്ടാകും. ഒരു എതിരാളിക്ക് പോലും തൊടാനാകില്ല, കണ്ണുകൊണ്ട് കാണാനാകില്ല. അതിനു മുൻപ് കൃത്യം നടത്തി തിരിച്ചു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. 15.3 മീറ്ററാണ് ഈ വിമാനത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത്. ഇതിനകത്ത് താഴ്ഭാഗത്ത് കാണുന്ന ആ ചിറകിനടിയിൽ കാണുന്ന ഭാഗത്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുന്നത്, മിസൈലുകൾ ശേഖരിച്ചു വെക്കുന്നത്. ഇതിനകത്ത് ആ താഴ്ഭാഗത്ത് കാണുന്ന ആ ഏരിയയിലാണ്, ആ ചിറകിന് താഴ്ഭാഗത്താണ് ആയുധങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ പല യുദ്ധ ഉപകരണങ്ങളും വഹിക്കാൻ ശേഷിയുള്ളതാണ്. ഇന്ത്യ ഇന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന, വിശ്വസിക്കുന്ന സ്കാൽപ് പോലുള്ള മിസൈലുകൾ അത്യാധുനിക മിസൈലാണ്, കൃത്യതയോടുകൂടിയുള്ള മിസൈലാണ്. ആ മിസൈൽ 2 മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി ഓരോ റഫേൽ വിമാനത്തിനുമുണ്ട്. ഇരട്ട സീറ്റുകളുള്ള റഫേൽ യുദ്ധവിമാനമുണ്ട്, ഒറ്റ സീറ്റുകളുള്ള റഫേൽ യുദ്ധ വിമാനമുണ്ട്. ആ വിശ്വാസ്യതയാണ് ഇന്ത്യയെ കൂടുതൽ വിമാനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് ഒരു പ്രചോദനമാകുന്നത്. കൂടുതൽ ഇന്ത്യൻ സേനയിലേക്ക് കൂടുതൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തുന്നു എന്നുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത്. കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ആയുധ ശേഖരത്തിലേക്ക് എത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തുകൊണ്ട് റഫേൽ വിമാനം കൊണ്ടുവന്നു എന്നതിന്റെ ഒരു പ്രാധാന്യം അവിടെയാണ് നിൽക്കുന്നത്. നേരത്തെ പ്രതിരോധ മന്ത്രി അടക്കം പറഞ്ഞത് ഒരു സിവിലിയനും നമ്മളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് കൃത്യമായ ലക്ഷ്യം, എവിടെയാണോ നമുക്ക് ആക്രമണം നടത്തേണ്ടത് ആ കൃത്യമായ ഇടത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ആക്രമണം നടത്താൻ ഈ റഫാൽ വിമാനത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് റഫാൽ വിമാനം തന്നെ ഇതിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം, അല്ലേ? തീർച്ചയായും. അത് മാത്രമല്ല, ഇന്ത്യയുടെ വ്യോമപാത അത് പാകിസ്ഥാന്റെ അതിർത്തി കടന്നു പോകാതെ ഇന്ത്യയുടെ വ്യോമപാതയിലൂടെ റഫേൽ വിമാനം പല കുറി പറന്ന് ആ വിമാനത്തിൽ നിന്ന് ഈ മിസൈലുകളെ തൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം. അപ്പോൾ അതിന് ഏറ്റവും കൃത്യതയാർന്ന ഉപകരണങ്ങൾ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ റഫേൽ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിയിൽ ഒരുപക്ഷെ ആദ്യമായാണ് ഇന്ത്യ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഒരു പ്രത്യേകത കൂടി നമ്മളെ സംബന്ധിച്ചുണ്ട്. ഓക്കെ, നോക്കാം. നമുക്ക് ജീന, ഈ നമ്മൾ റഫേലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റഫേലിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. നമ്മുടെ ആയുധ ശേഖരത്തിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരു വിമാനമായി നമ്മൾ അതിനെ കാണുകയാണ്. ഓക്കെ, നോക്കൂ, വന്ന് നിൽക്കുന്ന കണ്ടില്ലേ, അത്രയേറെ അതിന്റെ അഗ്രഭാഗം തൊട്ട് അതിന്റെ പുറകിലെ ഭാഗം വരെ വളരെ ശക്തമായ ഒരു വിമാനമാണ്. ഈ വിമാനം മിസൈലുകളെ വഹിച്ചുകൊണ്ട്